Hello everyone. So we are moving to a new topic, and that is retrieval of information from the memory. And in this video we will be dealing with the retrieval from short-term memory, and also we will be going through some of the concepts like some of the retrieval processes like parallel processing, serial processing, exhaustive processing, and self-terminating processing. So we are discussing all these concepts with the help of a study done by Saul Sternberg in 1966. So in this study, the participants were provided with a short list of digits which included digits from 1 digit to 6 digits. Okay. So ലിസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഷോർട്ടായിട്ടുള്ളൊരു ലിസ്റ്റാണ്. അതിൻ്റെ അകത്ത് സിംഗിൾ ഡിജിറ്റ് തൊട്ടിട്ട് 6 ഡിജിറ്റ്സ് വരെ ഇൻക്ലൂഡ് ചെയ്യുന്നൊരു ലിസ്റ്റായിരുന്നു. സോ ആൻഡ് അവർ ഈ ഒരു ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഈ ഒരു ലിസ്റ്റിനെ അവരുടെ STMൽ ഹോൾഡ് ചെയ്യണം എന്നുള്ള രീതിയിലായിരുന്നു എക്സ്പെക്ട് ചെയ്യുന്നത്. ലൈക്ക് ദേ വർ എക്സ്പെക്റ്റഡ് ടു ഹോൾഡ് ദി ലിസ്റ്റ് ഇൻ ദി STM. നമുക്കറിയാം ഷോർട്ട് ടേമിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 7 ± 2 ആണ്. അതുകൊണ്ട് തന്നെയാണ് അവിടെ ആ ഒരു ആവറേജ് ലെവലിൽ വരുന്ന എമൗണ്ട് എടുക്കാനുള്ള കാരണം. ആകെ 1 to 6 ഡിജിറ്റ്സ് മാത്രമേ യൂസ് ചെയ്തിട്ട് ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അതിനേക്കാളും കൂടുതൽ എടുത്തിട്ട് കാര്യമില്ല, കാരണം STMൻ്റെ കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ അതിനെ എന്താ പറയുക എക്സീഡ് ചെയ്ത് പോകുന്നുള്ളതാണ്. ആൻഡ് ആഫ്റ്റർ എ ബ്രീഫ് പോസ് എ ടെസ്റ്റ് ഡിജിറ്റ് വാസ് ഫ്ലാഷ്ഡ് ഓൺ ദി സ്ക്രീൻ ആൻഡ് പാർട്ടിസിപ്പൻസ് ഹാഡ് ടു സേ വെദർ ദിസ് ഡിജിറ്റ് അപ്പിയർഡ് ഇൻ ദി set that they had been asked to memorize. ഏറ്റവും ആദ്യം കൊടുത്തിരുന്ന ടെസ്റ്റിൽ, അതായത് മെമ്മറൈസ് ചെയ്യാൻ കൊടുത്തിരുന്ന ആ സെറ്റിൻ്റെ അകത്ത് ഈ ഫ്ലാഷ് ചെയ്ത ഡിജിറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതായിരുന്നു പറയേണ്ടത്. ഇതായിരുന്നു ആക്ച്വലി ടാസ്ക് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പ്രസൻറ്റ് ചെയ്ത ഡിജിറ്റ്സിനെ പോസിറ്റീവ് സെറ്റെന്നും പ്രസൻറ്റ് ചെയ്യാത്ത ഡിജിറ്റ്സിനെ നെഗറ്റീവ് സെറ്റെന്നാണ് പറയുന്നത്. സോ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഇത്രയും ഇതുവരെ പറഞ്ഞ ഈ ഒരു കുറച്ച് ഭാഗങ്ങൾ, അതായത് എസ്പെഷ്യലി പോസിറ്റീവ് സെറ്റ് എന്താകും, നെഗറ്റീവ് സെറ്റ് എന്താകുന്നതൊക്കെ നിങ്ങൾ ഒന്ന് ഓർത്തിരിക്കണം. ഓക്കെ, നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്, അതായത് ഇനീഷ്യലി കൊടുക്കുന്ന ആ ഒരു 1 to 6 ഡിജിറ്റ്സ് അടങ്ങുന്ന ആ ഒരു ലിസ്റ്റിനെയാണ് നമ്മൾ പോസിറ്റീവ് സെറ്റ് എന്ന് പറയുന്നത്. ആൻഡ് സ്ക്രീനിൽ ഡിജിറ്റിനെ ഫ്ലാഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രസൻറ്റ് ചെയ്യാത്ത സെറ്റിനെയാണ് നെഗറ്റീവ് സെറ്റ് എന്ന് പറയുന്നത്. സോ മൂവിങ് ഓൺ. ഇനി ഇവർ റിട്രീവ് ചെയ്യുന്ന സമയത്ത് പല പോസിബിലിറ്റീസ് ഉണ്ട്, പല രീതിയിൽ നമുക്ക് റിട്രീവൽ നടത്താം. സോ ലൈക്ക് ആർ ഐറ്റംസ് റിട്രീവ്ഡ് ഓൾ അറ്റ് വൺസ്, എല്ലാ ഐറ്റംസും ഒരുമിച്ചാണോ റിട്രീവ് ചെയ്യപ്പെടുന്നത്, അതല്ലെങ്കിൽ ആർ ദേ റിട്രീവ്ഡ് സീക്വൻഷ്യലി അല്ലെങ്കിൽ സീരിയലി എന്ന് പറയാം. സീരിയലായിട്ടാണോ പ്രോസസ്സ്, ലൈക്ക് 1 by 1 ആണോ നമ്മൾ റിട്രീവ് ചെയ്യുന്നത്. ഇനി ഇഫ് റിട്രീവ്ഡ് സീരിയലി ആർ ഓൾ ഐറ്റംസ് റിട്രീവ്ഡ് റിഗാർഡ്ലെസ് ഓഫ് ദി ടാസ്ക്, ദാറ്റ് ഈസ് എക്സോസ്റ്റീവ് റിട്രീവൽ. ഓർ ഡസ് റിട്രീവൽ സ്റ്റോപ്പ് ആസ് സൂൺ ആസ് ആൻ ഐറ്റം സീംസ് ടു അക്കംപ്ലിഷ് ദി ടാസ്ക്, വിച്ച് ഈസ് സെൽഫ് ടെർമിനേറ്റിംഗ് റിട്രീവൽ. സോ ഇങ്ങനെ 4 പോസിബിലിറ്റീസ് ഉണ്ട്. നമ്മളൊരു കാര്യം ലേൺ ചെയ്തിട്ട് അതിനെ മെമ്മറിയിൽ നിന്ന് റിട്രീവ് ചെയ്യുന്ന സമയത്ത് ഈ 4 രീതിയിൽ നമുക്ക് റിട്രീവ് ചെയ്യാം. ലൈക്ക് ദീസ് ആർ ദി 4 പോസിബിലിറ്റീസ്. ഇങ്ങനെ തന്നെ ചെയ്യുന്നു എന്നുള്ളതല്ല, ദീസ് ആർ ദി 4 പോസിബിലിറ്റീസ് ഓഫ് ബീങ് റിട്രീവിങ് എ piece of information. So let's see what are parallel and serial processing. Parallel processing refers to the simultaneous handling of multiple operations. That is, the items stored in STM will be retrieved all at once, not one at a time. അതായത് കുറേ കാര്യങ്ങൾ നമ്മൾ ഒരേ സമയം അല്ലെങ്കിൽ ഒരുമിച്ച് പ്രോസസ്സ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പാരലൽ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഷോർട്ട് ടേം മെമ്മറിയുടെ ഈ ഒരു ടാസ്കിൻ്റെ ബേസിസിൽ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ഷോർട്ട് ടേമിലുള്ള എല്ലാ ഐറ്റത്തിനെയും ഒരേ സമയം നമ്മൾ റിട്രീവ് ചെയ്യുന്നു, അല്ലാതെ 1 by 1 അല്ല എന്നാണ് പാരലൽ പ്രോസസ്സിങ്ങിൻ്റെ ബേസിസിൽ. So that is, response time should be same regardless of the size of positive test, as all the comparisons would be done at a time. അതായത് ഇപ്പം സെറ്റ് എന്ന് പറയുന്നത് 1 ഡിജിറ്റിൻ്റെതായിക്കോട്ടെ, അല്ലെങ്കിൽ 3 ഡിജിറ്റ് ആയിക്കോട്ടെ, 6 ഡിജിറ്റ് ആയിക്കോട്ടെ, എത്ര ഡിജിറ്റ് ആണെങ്കിലും ശരി,
നമ്മൾ റിട്രീവ് ചെയ്തിട്ട് ഒരു റെസ്പോൺസ് കൊടുക്കാനുള്ള ടൈം എന്ന് പറയുന്നത് സെയിം ആയിരിക്കും ഈ ഡിജിറ്റിൻ്റെ എണ്ണം എത്രയാണെങ്കിലും. കാരണം എല്ലാ ഡിജിറ്റിൻ്റെയും പ്രോസസ്സിങ് നമ്മൾ ഒറ്റയടിക്ക് ഒരു ടൈമിനുള്ളിൽ തന്നെയാണ് ചെയ്യുന്നത്, 1 by 1 ആയിട്ടല്ല. സോ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഗ്രാഫ് ഇവിടെ റൈറ്റ് സൈഡിൽ കാണാം. ഗ്രാഫ് എ, അവിടെ y ആക്സിസിൽ നമുക്ക് റെസ്പോൺസ് ടൈമും ഉണ്ട്, x ആക്സിസിൽ നമ്പർ ഓഫ് സിമ്പിൾസ് ഇൻ ദി ലിസ്റ്റ് ഉണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് നമ്പർ ഓഫ് സിമ്പിൾസ് അല്ലെങ്കിൽ ഡിജിറ്റ്സ് കൂടുന്ന സമയത്ത് റെസ്പോൺസ് ടൈമിൽ കാര്യമായിട്ട് ഒരു ചേഞ്ചും വരുന്നില്ല. ഇറ്റ് സ്റ്റേസ് ദി കോൺസ്റ്റന്റ്. Okay, so now serial processing like വരുമ്പം it refers to operations being done one after another. That is, the digits would be retrieved in succession rather than all at once. അതായത് 1 by 1 ആയിട്ടായിരിക്കും നമ്മൾ റിട്രീവ് ചെയ്യുന്നുണ്ടാവുക, പ്രോസസ്സിങ് നടക്കുന്നത് എല്ലാം കൂടി ഒരുമിച്ചിട്ടായിരിക്കില്ല. സോ ഈ ഒരു സീരിയൽ പ്രോസസ്സിങ്ങിൻ്റെ കേസിൽ ഇറ്റ് ടേക്സ് ലോങ്ങർ ടു റിട്രീവ് 4 digits than to retrieve 2 digits. നിങ്ങൾക്ക് ഗ്രാഫ് നോക്കിയാൽ കാണാം, നമ്പർ ഓഫ് സിമ്പിൾസ് ലിസ്റ്റിൽ നമ്പർ ഓഫ് സിമ്പിൾസ് അല്ലെങ്കിൽ ഡിജിറ്റ്സിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് റെസ്പോൺസ് ടൈമും കൂടും. അതുകൊണ്ട് തന്നെ നമുക്കൊരു സ്ലോപ്ഡ് ലൈൻ ആയിരിക്കും കിട്ടുക. ഫൈൻ. ഇത് ക്ലിയർ ആയിരിക്കുന്നു വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. So moving on to the next portion, that is exhaustive or self-terminating processing. നമ്മൾ നേരത്തെ പറഞ്ഞതിൽ ഇൻഫർമേഷൻ 2 രീതിയിൽ റിട്രീവ് ചെയ്യാമെന്ന് പറഞ്ഞു, ഒന്നെങ്കിൽ പാരലൽ അല്ലെങ്കിൽ സീരിയൽ പ്രോസസ്സിംഗ്. ഇനി സീരിയൽ പ്രോസസ്സിങ്ങിലാണ് നമ്മൾ റിട്രീവ് ചെയ്യുന്നതെങ്കിൽ അവിടെ അഗെയിൻ 2 രീതിയിൽ നമുക്ക് സ്റ്റിമുലൈനെ ആക്സസ് ചെയ്യാം, അതല്ലെങ്കിൽ ഇൻഫർമേഷനെ റിട്രീവ് ചെയ്യാം. ഒന്നാണ് എക്സോസ്റ്റീവ് സീരിയൽ പ്രോസസ്സിംഗ്, അതല്ലെങ്കിൽ സെൽഫ് ടെർമിനേറ്റിംഗ് സീരിയൽ പ്രോസസ്സിംഗ്. Exhaustive serial processing and നോക്കാം. In this thing, participant always checks the test digit against all digit in the positive set, even if a match were found partway through the list. അതായത് നമ്മൾ ഇപ്പം എക്സ്പെരിമെൻറ്റിൻ്റെ ബേസിസിൽ പറയുകയാണെങ്കിൽ ആദ്യം കുറച്ച് ലിസ്റ്റ് കൊടുത്തു എന്ന് പറഞ്ഞു, ദാറ്റ് ഈസ് പോസിറ്റീവ് സെറ്റ്. അതിനുശേഷം ഒരു നമ്പറിനെ ഫ്ലാഷ് ചെയ്ത് കാണിക്കുന്ന സമയത്ത് ആ നമ്പർ ഇനീഷ്യൽ ലിസ്റ്റിൽ, അതായത് പോസിറ്റീവ് സെറ്റിൻ്റെ അകത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അത് റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? എക്സോസ്റ്റീവ് സീരിയൽ പ്രോസസ്സിങ്ങിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ ആദ്യത്തെ ഡിജിറ്റ് തൊട്ടിട്ട് അവസാനത്തെ ഡിജിറ്റ് വരെ നമ്മൾ അനലൈസ് ചെയ്യും. അതായത് ഈ രണ്ടാമത് പ്രസൻറ്റ് ചെയ്ത ഡിജിറ്റ് ഉണ്ടോ ഇല്ലയോ, ഫസ്റ്റ് ലിസ്റ്റിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഏറ്റവും ആദ്യത്തെ ഡിജിറ്റ് തൊട്ടിട്ട് ഏറ്റവും അവസാനത്തെ ഡിജിറ്റ് വരെ ചെക്ക് ചെയ്ത് നോക്കും. ഇനി അത് പാർട്ട് വേ, അതായത് മിഡ് വേയിൽ വെച്ചിട്ട് നമുക്ക് ആ ഡിജിറ്റ് എന്താ പറയുക കണ്ടു എന്ന് വിചാരിക്കുക, ലൈക്ക് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു, ഓക്കെ ഈ ഒരു ഡിജിറ്റ് ഉള്ളതാണെന്ന് കണ്ടാലും കൂടി നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു പ്രോസസ്സിനെ ഫുള്ളാക്കും. അതായത് ഏറ്റവും അവസാനത്തെ ഡിജിറ്റ് വരെ നമ്മൾ ചെക്ക് ചെയ്ത് പോകുമെന്നാണ് പറയുന്നത് എക്സോസ്റ്റീവ് സീരിയൽ പ്രോസസ്സിംഗ് ആണെന്നാണെങ്കിൽ. സോ in this case all positive response would take the same time regardless of the serial position of a positive probe. അപ്പം നേരത്തെ നമ്മൾ പാരലൽ പ്രോസസ്സിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ സിമ്പിളിൻ്റെ പൊസിഷനാണ് നമ്മൾ എക്സ് ആക്സിസിൽ എടുക്കുന്നത്. അപ്പം ആ ഒരു സെറ്റിൻ്റെ അകത്ത് സിമ്പിളിൻ്റെ പൊസിഷൻ എവിടെ വന്നാലും ശരി നമ്മൾ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അപ്പം അതായത് ഒരു ടെസ്റ്റ് ഡിജിറ്റ് ലിസ്റ്റിൻ്റെ ഇനീഷ്യൽ പാർട്ടിലായാലും ശരി ടുവേഴ്സ് ദി എൻഡ് പാർട്ടായാലും ശരി അത് നമ്മൾ റെസ്പോണ്ട് ചെയ്യാൻ എടുക്കുന്ന ടൈം സെയിം ആയിരിക്കും. ഇനി സെൽഫ് ടെർമിനേറ്റിംഗ് സീരിയൽ പ്രോസസ്സിങ്ങിലാണെന്നാണെങ്കിൽ the participant would check the test digit against only those digits needed to make a response. നമുക്കൊരു റെസ്പോൺസ് കൊടുക്കാൻ ആവശ്യം ഉള്ള ഡിജിറ്റ്സ് ഏതൊക്കെയാണോ നമ്മൾ അതായിട്ട് മാത്രമേ ചെക്ക് ചെയ്യുന്നുള്ളൂ. അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഒരു മിഡ് വേയിലാണ് നമ്മളെ ടെസ്റ്റ് ഡിജിറ്റ് ഉള്ളതെന്ന് വിചാരിക്കുക. നമ്മൾ മിഡ് വരെ നോക്കിക്കഴിഞ്ഞ് നമ്മളത് ലൈക്ക് ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതെന്നാണെങ്കിൽ നമ്മൾ സെർച്ച് പ്രോസസ്സ് നിർത്തും എന്നുള്ള രീതിയിലാണ് സെൽഫ് ടെർമിനേറ്റിംഗ് സീരിയൽ പ്രോസസ്സിങ്ങിൽ പറയുന്നത്. So here the response time would increase linearly as function of where a test digit was located in the positive set. Okay, അപ്പോൾ അതായത് later the serial position longer the response time. സീരിയൽ പൊസിഷൻ്റെ പൊസിഷൻ അതായത് സിമ്പിളിൻ്റെ പൊസിഷൻ ലിസ്റ്റിൻ്റെ എൻഡിലേക്ക് ആവുന്നതിനനുസരിച്ചിട്ട്
അത് നമ്മൾ റെസ്പോണ്ട് ചെയ്യാനെടുക്കുന്ന ടൈമും കൂടും. ഓക്കെ, so according to Sternberg, we retrieve information from STM using serial exhaustive process, and he concluded this based upon the experiment which was conducted by him. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ബേസിസിലാണ് സ്റ്റേൺബർഗ് കൺക്ലൂഡ് ചെയ്യുന്നത്. ലൈക്ക് ഹി ഈസ് ആർഗ്യൂയിങ് ദാറ്റ് വി റിട്രീവ് ഇൻഫോർമേഷൻ ഫ്രം ദി STM യൂസിങ് സീരിയൽ എക്സോസ്റ്റീവ് പ്രോസസ്. So according to him, the search process itself is so rapid and has such a momentum that it is hard to stop once it starts. So സ്റ്റേൺബർഗ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സെർച്ച് പ്രോസസ്സ് എന്ന് പറയുന്നത് തന്നെ അത്രയും ഫാസ്റ്റായിട്ട് അല്ലെങ്കിൽ വളരെ റാപ്പിഡായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ മൊമെൻറ്റം എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. ലൈക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ബ്രേക്ക് ഇട്ടിട്ട് നിർത്താൻ കഴിയില്ല. അത് ആ ഒരു ഹോൾ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിൽക്കുന്നുള്ളൂ. വൺസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മിഡ് വേയിൽ വെച്ചിട്ട് നമുക്ക് നിർത്താനുള്ള പറ്റില്ല. ഒരു ഇറക്കം ഇറങ്ങുന്ന പോലെ ആയിരിക്കും ഈ ഒരു സെർച്ച് പ്രോസസ്സ് എന്ന് പറയുന്ന കാര്യം നടക്കുന്നത്. സോ ഓൾസോ ഫ്രം എ പ്രോസസ്സിംഗ് പോയിന്റ് ഓഫ് വ്യൂ, ഇറ്റ് മേ ബി മോർ എഫിഷ്യൻറ്റ് ജസ്റ്റ് ടു ലെറ്റ് ദി സെർച്ച് പ്രോസസ് ഫിനിഷ് ആൻഡ് ദെൻ മേക്ക് വൺ ഡിസിഷൻ അറ്റ് ദി എൻഡ് ഇൻസ്റ്റെഡ് ഓഫ് മേക്കിംഗ് സെവറൽ ഡിസിഷൻ വൺ ആഫ്റ്റർ ഈച്ച് ഐറ്റം ഇൻ ദി മെമ്മറി സെറ്റ്. അപ്പം ഒരു പ്രോസസ്സിംഗ് പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ അഗെയിൻ ഒരു സെർച്ച് പ്രോസസ്സ് മൊത്തത്തിൽ ഫിനിഷ് ചെയ്തതിന് ശേഷം ഒരു സിംഗിൾ ഡിസിഷൻ എടുക്കുന്നതായിരിക്കും നന്നാവുക. അതല്ലാതെ നമ്മൾ സെർച്ച് ചെയ്ത് പോകുന്ന സമയത്ത് ഓക്കെ ഫസ്റ്റ് സിമ്പിൾ കണ്ടു ആൻഡ് വി ആർ കമ്പയറിങ് ദി ടെസ്റ്റ് ഡിജിറ്റ്. അപ്പോൾ അങ്ങനെ ടെസ്റ്റ് ഡിജിറ്റ് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഓക്കെ ഫസ്റ്റ് ഡിജിറ്റ് വെച്ച് നോക്കുമ്പോൾ ഓക്കെ ഇതല്ല എന്നുള്ളൊരു ഡിസിഷൻ എടുത്തു. ദെൻ സെക്കൻഡ് ഡിജിറ്റിലേക്ക് വരുന്നു, നമ്മൾ കമ്പയർ ചെയ്യുന്നു, ഇതും അല്ല എന്നുള്ളത് ഡിസിഷൻ എടുക്കുന്നു. ആൻഡ് തേർഡ് സെറ്റിലേക്ക് വരുന്നു, അവിടെ കമ്പയർ ചെയ്യുന്നു, അതല്ല എന്നുള്ളത് മനസ്സിലാക്കുന്നു. ഇങ്ങനെ ഓരോ 1 by 1 ഡിസിഷൻ എടുക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ മൊത്തത്തിൽ ഫസ്റ്റ് ഡിജിറ്റ് തൊട്ട് ലാസ്റ്റ് ഡിജിറ്റ് വരെ നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നു. ആൻഡ് ഏറ്റവും ലാസ്റ്റ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുകയാണ് ആ ഡിജിറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. സോ ഫൈനലി നമ്മൾ ഒറ്റ സിംഗിൾ ഡിസിഷൻ എടുത്തിട്ട് നമ്മളവിടെ നിർത്തുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഇതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ ബെസ്റ്റ് വേ എന്നാണ് സ്റ്റേൺബർഗ് പറയുന്നത്. ആൻഡ് also there are evidences that information can be retrieved by parallel processing too. So സ്റ്റേൺബർഗിൻ്റെ ഈ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ബേസിസിലാണ് നമ്മൾ പറയുന്നത് സെർച്ച് പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു സീരിയൽ എക്സോസ്റ്റീവ് പ്രോസസ്സ് ആണെന്നുള്ളത്. അതായത് നമ്മൾ STMൽ നിന്നൊരു ഇൻഫോർമേഷൻ റിട്രീവ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോസസ്സ് സീരിയൽ എക്സോസ്റ്റീവ് പ്രോസസ്സാണ്. ബട്ട് ദർ ആർ എവിഡൻസസ് ദാറ്റ് ദ ഇൻഫോർമേഷൻ ക്യാൻ ബി റിട്രീവ്ഡ് ബൈ പാരലൽ പ്രോസസ്സിംഗ് ടു. അപ്പോൾ ഈ ഒരു ഭാഗം ലൈക്ക് റിട്രീവൽ ഓഫ് ഇൻഫോർമേഷൻ ഫ്രം STM എങ്ങനെയാണെന്നുള്ളത് ക്ലിയർ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെന്നാണെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഈവൻ ഇഫ് യു ഡോണ്ട് ഹാവ് എനി ഡൗട്ട് പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു കമൻറ്റ്. ആൻഡ് ഓൾസോ ഐ വിൽ ബി ഷെയറിംഗ് ദി മെറ്റീരിയൽസ് in the link given below, so please go through it. ടെക്സ്റ്റ് ബുക്സ് വായിക്കാൻ നിങ്ങൾ മറക്കരുത്. ഓക്കെ ഫൈൻ. സോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് റിട്രീവൽ ഓഫ് ഇൻഫോർമേഷൻ ഫ്രം ലോങ് ടേം മെമ്മറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഫോർ ദി ടൈം ബീങ്, താങ്ക് യു, ടേക്ക് കെയർ.